അല്ലാ, സുന്ദരമായ ബാങ്കുവിളി കേട്ടപ്പോൾ തന്നെ കാതും മനസ്സും കുളിരണിഞ്ഞു. ഇതൊക്കെയല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടത്, ഒരു നല്ല കമൻ്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഇതൊന്നും അത്ര താല്പര്യം ഉണ്ടാകൂലല്ലേ. ഇത് കണ്ട സമയത്ത് മുത്തുനബിയുടെ ഒരു ചരിത്രമാണ് എനിക്ക് ഓർമ്മയിൽ വന്നത്. വല്ലാത്ത കറുത്ത അടിമയായിരുന്ന ഒരു സ്വഹാബി, എല്ലാവരാലും ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു പാവം മനുഷ്യൻ. ഒരുപാട് പേർ ക്രൂരമായി ആക്രമിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. എല്ലാ സ്ഥലങ്ങളിലും ഒറ്റപ്പെടുത്തി. ആരും ആ പാവപ്പെട്ടവനെ ചേർത്ത് പിടിച്ചില്ല. കണ്ണീര് മാത്രം ജീവിതത്തിൽ അനുഭവിക്കുവേണ്ടി വന്ന ഒരു സാധാരണക്കാരൻ. പേര് ബിലാൽ എന്നാണ്. നിസ്കാരം നിർബന്ധമായ സമയത്ത് ബാങ്ക് വിളിക്കാൻ ഒരാൾ ആവശ്യമുണ്ട്. എല്ലാവരും വിചാരിച്ചു നിമിത്തങ്ങൾ തങ്ങളെയായിരിക്കും വിളിക്കുക. സൗന്ദര്യം കൊണ്ടും പ്രതാപം കൊണ്ടും പ്രൗഢി കൊണ്ടും കുടുംബ മഹത്വം കൊണ്ടും ഞങ്ങളൊക്കെയല്ലേ ഏറ്റവും മുതിർന്നവർ. എല്ലാവരും ആ പദവിയെ വല്ലാതെ ആഗ്രഹിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്താണ് നിമിത്തങ്ങൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് കൈ നോണ്ടിയിട്ട്, എൻ്റെ ബിലാൽ എവിടെ ബിലാൽ? അള്ളാന്റെ റസൂലെ, ഞാൻ ഇവിടെയുണ്ട് നബിയെ. ബിലാൽ തങ്ങൾ ഹബീബായ തങ്ങളുടെ ചാരത്തേക്ക് വന്നു. അല്ലയോ ബിലാലെ, ആ കഅബാലയത്തിൻ്റെ മുകളിലേക്കൊന്ന് കയറി പ്രപഞ്ചനാഥൻ്റെ പ്രകീർത്തനം പ്രപഞ്ചമാകമാനം പ്രഭാവം വരത്തി ബാങ്കിൻ്റെ സുന്ദരമായ ആ സൗന്ദര്യമുള്ള വാചകത്തെ ഒന്ന് വിളിക്കൂ ബിലാലെ. ബിലാൽ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഞാനോ നബിയെ? അള്ളാഹുവിൻ്റെ പ്രകീർത്തനം ഈ ഭൂമിയിൽ ആദ്യമായി വിളിക്കാൻ കൽപ്പിക്കപ്പെട്ടത് എന്നെയാണോ നബിയെ? അതേ ബിലാലെ, നിങ്ങളെ തന്നെയാണ്. നിങ്ങളുടെ ആ കറുത്ത ശരീരത്തിലേക്കല്ല പടച്ചവൻ നോക്കിയത്, നിങ്ങളുടെ ആ തൂവെള്ള പോലെ വെളുത്ത ഹൃദയത്തിലേക്കാണ്. ബിലാൽ തങ്ങൾ കഅബാലയത്തിൻ്റെ മുകളിലേക്ക് കയറി ആദ്യത്തെ ബാങ്കുലി ആ പ്രപഞ്ചത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ സുന്ദരമായ നാവിലൂടെ ഈ ലോകം കേട്ടു. പൊതുവെ ബാങ്ക് വിളിക്കുന്നവരെ നമ്മളെല്ലാം മുക്രിക്കാക്ക എന്നൊക്കെ വിളിച്ചിങ്ങനെ ആക്ഷേപിക്കലുണ്ട്. എന്നാൽ നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല, ആ മിമ്പർ നിൽക്കുന്ന ഖതീബിനേക്കാൾ എത്രയോ മേലെയാണ് ആ ബാങ്ക് വിളിക്കുന്ന മനുഷ്യൻ. അവരുടെ നേതാവായ മഹാനായ ബിലാൽ തങ്ങൾ ചെറിയൊരു പദവിയാണോ? ഒരിക്കലുമല്ല. അള്ളാഹിൻ്റെ ഹബീബിനെ ഏറെ ഇഷ്ടപ്പെട്ട അവിടുത്തെ കാവൽക്കാരൻ കൂടിയാണ് ബിലാൽ തങ്ങൾ. ആ മഹത്തുക്കളെയൊക്കെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. നാളെ അവരോടൊപ്പം നിന്റെ സ്വർലോക സ്വർഗത്തിലൊന്ന് ഒരുമിച്ച് കൂട്ടാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ.